ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞത് കൂടി ചേർക്കാം. സവാള ഒന്ന് വഴണ്ടു വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. ഇനി 2 പച്ചമുളക് ചേർക്കാം. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിൽ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തക്കാളി ചട്നി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായി ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി ഒരല്പം കായം കൂടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റേജ് ഒഴിവാക്കാവുന്നതാണ്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി റെഡി. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും സെർവ് ചെയ്യാവുന്നതാണ്.